സൗജന്യമാക്കണം. നമുക്ക് ദീർഘനാളിലെ ബസ് യാത്ര തന്നെ സൗജന്യമാക്കണം. ചില രാജ്യങ്ങൾ ഇപ്പൊ തന്നെ നൽകിയിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. KSRTCക്ക് ആ ടിക്കറ്റിന്റെ ചാർജ് സർക്കാർ കൊടുക്കണം കേട്ടോ. കൊടുത്തില്ലെങ്കിൽ വണ്ടി ഓടൂല, അത്രേ ഉള്ളൂ. കാരണം പെൻഷൻ പൂർണ്ണമായിട്ടും സർക്കാർ നൽകണേ. ശമ്പളത്തിലേക്ക് സുഹൃത്തുക്കളെ, ഇത് ഇപ്പൊ നമ്മുടെ LDFന്റെ ഭാഗത്തുനിന്ന് തോമസ് ഐസക്കാണ് പറയുന്നത് എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. തീർച്ചയായും താല്പര്യം ഉണ്ടാവില്ല. കോൺഗ്രസ്സുകാരുടെ ഒരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നു, ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേര്. അതിന്റെ ഭാഗമായിട്ട് VD സതീശൻ അടക്കമുള്ള ആളുകൾ VD സതീശൻ മേൻ അടക്കമുള്ള ആളുകൾ വീടുകൾ കയറി ഇറങ്ങി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഞങ്ങൾ അധികാരത്തിൽ കയറി വന്നാൽ നിങ്ങൾക്ക് ടൂറ് പോവാൻ, വേളാങ്കണ്ണിക്ക് പോവാം, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിപ്പ് അടിക്കാം, നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോകാമെന്ന് പറയുന്ന ഗംഭീര വർത്തമാനം പറഞ്ഞിരുന്നു. അത് പ്രചരിപ്പിക്കപ്പെട്ടു. അബദ്ധം. പൊട്ടന്മാരായിട്ടുള്ള ജനങ്ങൾ മുഴുവൻ ഇവർക്ക് വോട്ട് ചെയ്തു. ഇവർ ജയിച്ചു. 100 സീറ്റിന് അപ്പുറത്തേക്ക് കടന്നു, അല്ലയോ? 100% അവർ 100 സീറ്റിന് അപ്പുറത്തേക്ക് കടന്നു. ഗംഭീരമായിട്ടുള്ള വിജയം. ആളുകളൊക്കെ വിചാരിച്ചത് ഇവര് പറഞ്ഞതൊക്കെ ചെയ്യുന്ന. അപ്പോഴും എന്നെപ്പോലുള്ള ചില യൂട്യൂബേഴ്സൊക്കെ അന്നും പറഞ്ഞു, പൊന്നു മക്കളെ വിശ്വസിക്കരട്ടാ, ഇവന്മാരെ വിശ്വസിക്കാൻ കൊള്ളൂലട്ടാ എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ ആർക്കും വിശ്വാസമായില്ല. ഇപ്പൊ എന്താ നടക്കുന്നേ? അത് ഭയങ്കര രസമുള്ള കാര്യമില്ലേ? ഇപ്പൊ എന്ത് നടക്കുന്നു എന്ന് നോക്കാം. കണ്ടോക്കൂ. സംസ്ഥാനത്ത് KSRTC ബസ്സുകളിലെ സൗജന്യ യാത്ര ആദ്യം ഓർഡിനറി ബസ്സുകളിൽ മാത്രം. ആദ്യ 100 ദിവസം ഓർഡിനറി ബസ്സുകളിൽ പരീക്ഷണ ഓട്ടം നടത്തും, ട്രയൽ റൺ. വിശദമായ പഠനത്തിന് ശേഷം മറ്റു ബസ്സുകളിലെ സൗജന്യ യാത്രയിൽ തീരുമാനമെടുക്കും. ഈ മാസം 15-ന് സൗജന്യ യാത്രയ്ക്ക് തുടക്കമാകും. സുഹൃത്തുക്കളെ, ഇത് 100 ദിവസം ഒന്നും കൊണ്ടുപോകണ്ടെന്നേ. 100 ദിവസം കഴിയുമ്പോഴത്തേന് ഇവർക്ക് മനസ്സിലാവും ഓർഡിനറി ബസ്സിൽ തന്നെ കൊടുക്കുന്നത് ഭയങ്കര നഷ്ടമാണ്. ഇപ്പൊ തന്നെ ഇതിനു മുമ്പ് തന്നെ ആദ്യത്തെ നിയമസഭ കഴിഞ്ഞിട്ട് നമ്മുടെ VD സതീശൻ മേനോൻ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു, എന്താണ്, KSRTC വൻ നഷ്ടത്തിലാണ്. KSRTC വൻ നഷ്ടത്തിലാ. ഉമ്മൻചാണ്ടി ഭരണത്തിനേക്കാൾ കൂടുതൽ നഷ്ടത്തിലാണ് ഇപ്പോൾ KSRTC പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മുടെ ആ ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. VD സതീശൻ മേനോൻ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും 100 ദിവസം ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ എന്ന് പറയും, നമുക്ക് ഇനിയും ബസ്സിലൊക്കെ യാത്ര ചെയ്യണ്ടേ, അല്ലേ? നമുക്ക് ഇനിയും വളരെ ഗംഭീരമായിട്ട് ഇനിയും നമുക്ക് സാധാരണ ഉള്ള കാശെങ്കിലും കൊടുത്ത് നമുക്ക് യാത്ര ചെയ്യണ്ടേ? വേണ്ടേ? അല്ലേ? അപ്പൊ അതല്ലേ ശരി. അപ്പൊ നമുക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ KSRTC പൂട്ടേണ്ടി വരും, ഒരുപാട് ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടും. അത് ശരിയല്ലല്ലോ, അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫ്രീ എന്ന് പറയുന്ന പദ്ധതി ഞങ്ങൾ മെല്ലെ പിൻവലിക്കുന്നു, എല്ലാവരും ക്ഷമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഇളിച്ച് നിന്ന് ഇരിക്കുക എന്നല്ലാതെ വേറൊരു വഴി ഉണ്ടാവില്ല. അതിലേക്കാണ് ഇപ്പൊ സംഗതികളൊക്കെ പോയോണ്ടിരിക്കുന്നത്. ആ റോഷിപാൽ KSRTCയിൽ ഓർഡിനറി ബസ്സിൽ മാത്രമാണെങ്കിൽ 57 കോടി, സൂപ്പർ ഫാസ്റ്റ് ഒക്കെ വന്നാൽ പിന്നീട് തുക കൂടും, 90 കോടിയും 110 കോടിയൊക്കെ ആവുമെന്നാണ് കണക്ക്. അതുകൊണ്ട് വലിയ നഷ്ടം സംഭവിക്കാതെ തുടക്കത്തിൽ 100 ദിവസം എന്ന് പറയുമ്പോൾ 3 മാസം ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കുമെന്നാണ് പറയുന്നത്. അതിനുശേഷം പഠനം നടത്തിയതിനു ശേഷം മറ്റു ബസ്സുകളിലേക്ക് വ്യാപിപ്പിക്കാനാണ്. അപ്പോൾ പൂർണ്ണമായും സൗജന്യമല്ല KSRTCയിലെ സൗജന്യ യാത്ര, അത് ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി തുടക്കത്തിൽ പരിമിതപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, പരിപൂർണമായിട്ടും സൗജന്യമായ യാത്ര, എല്ലാ ബസ്സിലും പോകാൻ കഴിയും എന്നൊക്കെ ഇവർ വരുമ്പോ പറഞ്ഞിരുന്നേ. അത് മാത്രമല്ല, ഞങ്ങളിത് പഠനം നടത്തിയിട്ടാണ് ഇത് കൊണ്ടുവരുന്നത് എന്നടക്കം ഈ പറയുന്ന കോൺഗ്രസ്സുകാർ പറഞ്ഞിരുന്നു. പക്ഷേ ഇവരിങ്ങനെയാണ്, അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ഇവർ കാല് മാറും. അതിഗംഭീരമായിട്ട് സ്ത്രീകളെ പറ്റിച്ചിരിക്കുന്നു. വെറും ഉമ്മാക്കി കളി എന്നല്ല, വേറെ ഒന്നും പറയാനില്ല. ഇനി ഏറ്റവും രസകരമായ കാര്യം തോമസ് ഐസക് പറയുന്നുണ്ട്, അതാണ് ഇതിൽ ഏറ്റവും സംഭവം. സൗജന്യമാക്കണം. നമുക്ക് ദീർഘനാളിലെ ബസ് യാത്ര തന്നെ സൗജന്യമാക്കണം. ചില രാജ്യങ്ങൾ ഇപ്പൊ തന്നെ നൽകിയിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. KSRTCക്ക് ആ ടിക്കറ്റിന്റെ ചാർജ് സർക്കാർ കൊടുക്കണം കേട്ടോ. കൊടുത്തില്ലെങ്കിൽ വണ്ടി ഓടൂല, അത്രേ ഉള്ളൂ. കാരണം പെൻഷൻ പൂർണ്ണമായിട്ടും സർക്കാർ നൽകണേ. ശമ്പളത്തിലേക്ക് ഏതാണ്ട് 40-50 കോടി വെച്ച് നൽകുന്നുണ്ട്. 100 കോടി വെച്ച് എല്ലാ മാസവും നൽകുന്നു. അപ്പൊ സ്ത്രീകൾക്ക് സൗജന്യമാക്കുമ്പോഴും എല്ലാ ബസ്സുകളിലും സൗജന്യം ഉണ്ടെങ്കിൽ യാത്രക്കാരിൽ പാതിപ്പേര് സ്ത്രീകളാണെന്ന് കരുതിയാൽ ഒരു 80 കോടി രൂപ വേണം. അപ്പോ 80 കോടി കൊടുത്തേച്ചാൽ മതി. 80 കോടി കൊടുക്കണം. അത് കൊടുത്തില്ലെങ്കിൽ ട്രാൻസ്പോർട്ട് നിന്ന് പോകും. നമുക്ക് തപ്പൊന്നുമില്ല, നല്ലതല്ല. അവരുടെ ഇപ്പൊ ഉള്ള ട്രാൻസ്പോർട്ട്. എന്തായാലും ഇദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, 80 കോടി രൂപ മാസാമാസവും ഈ ഒരു KSRTCക്ക് ഗവൺമെന്റ് കൊടുക്കണം. അല്ലെങ്കിൽ തന്നെ ഈ KSRTCക്കാരുടെ പെൻഷൻ ആയിട്ടുള്ള ആളുകളുടെ പെൻഷൻ മുഴുവൻ കൊടുക്കുന്നത് ഗവൺമെന്റ് ആണ്, ആ ബോർഡല്ല.
അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് KSRTCക്ക് ആൾറെഡി പൈസ കൊടുക്കുന്നുണ്ട്, മാസം 80 കോടി കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് VD സതീശൻ ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു വലിയ കൺഫ്യൂഷൻ. തീർച്ചയായിട്ടും VD സതീശൻ എന്ന് പറയുക ഇത് സാധ്യമല്ല. അദ്ദേഹം വളരെ ചിരിച്ചുകൊണ്ട്, ആ ഒരു പൂക്കിച്ചിരി ചിരിച്ചുകൊണ്ട് നമ്മളോട് പറയും ഇത് നടക്കില്ല കേട്ടെന്ന് പറയും. ഇവിടെ അത് നടക്കില്ല എന്ന് പറഞ്ഞ് നാട്ടുകാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആളുകളൊക്കെ പറയും അത് നടക്കൂലട്ടാ. അപ്പൊ പിന്നെ ഇവര് ഗ്യാരണ്ടി പറഞ്ഞതല്ലേ, ഗ്യാരണ്ടി ഒരു ഉറപ്പ് തന്നതല്ലേ, ആ ഉറപ്പിന് എന്താണ് ഒരു ഉറപ്പ് എന്നൊക്കെ ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടാവുമോ? ഒരാളും ഉണ്ടാവില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ച ഒന്നാമത്തെ ഗ്യാരണ്ടി, അത് നമ്മുടെ ബസ്സുകളിലെ ഫ്രീ യാത്ര, അത് വെറും 100 ദിവസമായിട്ട് പരിമിതപ്പെടുത്തിയിരിക്കുന്നു. 100 ദിവസം കഴിഞ്ഞാൽ 3 മാസമായി ആകെ ഓടിപ്പിക്കുള്ളൂ. ആ 3 മാസം കഴിഞ്ഞാൽ ഈ പരിപാടി നിൽക്കാൻ പോകണു എന്നാണ്. അപ്പോഴാണ് എന്റെ മുമ്പിലേക്ക് ഇവരൊരു പരസ്യം വന്നേ, കോൺഗ്രസ്സുകാരെ പഴയൊരു പരസ്യം ഓർമ്മണ്ടോ? കണ്ടോക്ക്. പൈസ തരയുന്നു, പൈസ കാണാനില്ല. ആ അപ്പല്ല പൊളി വർത്താനാ, അറിഞ്ഞില്ലേ? അടിപൊളി, പൊളി പൊളി പൊളി. കണ്ടില്ലേ? ആ പറയുന്നത് കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു എന്താ പറയാ കണ്ടക്ടറൊക്കെ അതിഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത അഭിനയമാണ് അവിടെ കാഴ്ചവെച്ചത്. ഇനിയിപ്പോ ജനങ്ങളല്ലേ പറയാനുള്ളത്, നമുക്ക് ജനങ്ങളോടും ചോദിച്ചൊക്കെ അവരുടെ അഭിപ്രായം എന്താണ്. ഇത് മാറും എന്നുള്ളതാണ്. ഉപകാരപ്പെടുന്നതിന് വളരെ എന്തെങ്കിലും ഒരു പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു സഹായമായി. പിന്നെ പോരാത്തതിന് ചിലപ്പോൾ ഞങ്ങളെപ്പോലെ വയസ്സായവർക്ക് ഒരു ഉപകാരമായി. അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ല നമ്മൾ പറയുന്നതല്ല. ചില ബസ്സുകളിൽ മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശിക്കുന്ന പ്രയോജനം കിട്ടില്ലല്ലോ. അത് അനുവദിക്കുവാണെങ്കിൽ എല്ലാ ബസ്സിലും അനുവദിച്ചാൽ നല്ലതായിരുന്നു. ഇതൊരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതൊന്ന് പ്രാബല്യത്തിൽ വരുത്താൻ പറ്റാൻ കേരളത്തിന്റെ സാഹചര്യത്തിൽ അത് നടക്കില്ല. നിലപാടില്ലായ്മയുടെ ഒരു പ്രശ്നമാണത്. കാരണം ആദ്യം പറഞ്ഞ നിലപാടിൽ നിന്നും യാതൊരു ഉറപ്പുമില്ലാതെ രണ്ടാമത്തെ നിലപാട് പറയാന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതൊരു ആളുകളെ കൂടുതൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഒരു വാഗ്ദാനമായിട്ട് കൊടുത്തതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ മോഡിഫിക്കേഷൻ പോലെയുള്ള ഒരു കാര്യമായിട്ട് മാത്രമേ എനിക്ക് തോന്നുള്ളൂ. അത് തികച്ചും ജനങ്ങളെ പറ്റിക്കുന്നതാണ്, സ്ത്രീകളെ പറ്റിക്കുന്നതാണ്. വോട്ട് മേടിച്ച് ജയിച്ചു കഴിഞ്ഞതിന് ശേഷം സ്ത്രീകളെയും അതേപോലെ തന്നെ നാട്ടുകാരെയും സുഗമമായി പറ്റിക്കാം എന്നുള്ള ഒരു ഒരു മനോഭാവമാണ് UDF-നുള്ളത്. അല്ല എന്റെ പൊന്നു സുഹൃത്തുക്കൾ, നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്? എപ്പോഴെങ്കിലും ഇവർ അധികാരത്തിൽ കയറിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ വല്ലതും ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കുക. ഇവർ LDF-കാരെ പോലല്ല. LDF-കാർ ചെയ്യുക മാത്രമല്ല, ചെയ്തു എന്നതിന്റെ ഉറപ്പിന്റെ ഭാഗമായിട്ട് പ്രോഗ്രസ് റിപ്പോർട്ട് അടക്കം നമ്മൾ വർഷാവർഷം നമ്മുടെ മുമ്പിലേക്ക് തരും. ഇതാ പിടിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറയും. അങ്ങനെ പ്രോഗ്രസ് റിപ്പോർട്ട് തന്ന ഏതെങ്കിലും ഗവൺമെന്റ് ഉണ്ടോ? ഇനി ഒന്നും വേണ്ട, ഈ കഴിഞ്ഞു വരാൻ പോകുന്ന ഒരു വർഷം ഞങ്ങള് പ്രകടന പത്രികയിൽ പറഞ്ഞ ഇത്ര കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഈ പറയുന്ന VD സതീശൻ മേനോൻ ഗവൺമെന്റ് പുറത്തിറക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഇറക്കില്ല. പിന്നെ നിങ്ങൾ ഇതൊക്കെ വിശ്വസിക്കാൻ നടന്നപ്പോഴോ? ശരി, ഇനി ഇവരുടെ രോഷപ്രകടനം കേൾക്കണ്ടേ? മാത്രമായിരിക്കും. പിന്നെ പറയാണ് ഓർഡിനറി ആണെന്ന്. ഒരു നിലവാരമില്ലാത്ത ചെയ്തോളാണ് ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞ ശേഷം UDF സർക്കാർ ചെയ്യുന്നത്. എല്ലാ പെണ്ണുങ്ങൾക്കും സൗജന്യ യാത്ര കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക. സ്റ്റുഡൻസ്, പ്രായമുള്ളവര്, ഇവർക്ക്. ഇത് തുടങ്ങിയപ്പോ പറഞ്ഞ എന്തെന്നാ കാസർഗോഡ് വരെ പോകാമെന്നല്ലേ. എല്ലാ ബസ്സിലും കൊണ്ടുപോകി നല്ലത്. ഇത് സർക്കാർ മുതലാവോ? എന്തായാലും ഇത് എത്രത്തോളം പോകുന്നു എനിക്ക് ഇറങ്ങിക്കൂടാ. പ്രചാരണത്തിന് സമയത്ത് KSRTC ബസ്സിൽ ഫ്രീ ആയിട്ട് സ്ത്രീകൾക്കെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സാധാരണ ഓർഡിനറി മിക്കവാറും ഫാസ്റ്റ് പാസഞ്ചറൊക്കെ ടൈമിൽ ഓഫീസ് ടൈമിലൊക്കെ വരുന്നത്. അപ്പം അങ്ങനെ വേണമെന്ന് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് സൗജന്യ യാത്രയിൽ വെള്ളം ചേർത്തു. ഇനി ആകെ 100 ദിവസം മാത്രം. എന്തായാലും വാഗ്ദാനങ്ങൾ മുഴുവൻ വെള്ളം ചേരുമോ എന്നുള്ളതാണ് നമ്മൾ ഇനി ആലോചിക്കേണ്ടത്. അപ്പൊ സുഹൃത്തുക്കളെ, ബൈ.